ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. ഈ മൈക്കിന്റെ ശബ്ദവരി ശ്രദ്ധിക്കുന്ന, ഈ പ്രദേശത്ത് പാർക്കുന്ന നല്ലവരായ എല്ലാ മാന്യപ്രിയ ശ്രോതാക്കൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ഈ മധ്യാഹ്നമായിരിക്കുന്ന ഈ നല്ല സമയത്ത് നിങ്ങളെല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് ഞങ്ങളെ രക്ഷിച്ച, ഞങ്ങളുടെ പാപത്തെ മോചിച്ച ലോകരക്ഷകനായ ദൈവപുത്രനായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷ സന്ദേശ വീണ്ടും വരവരെ നിങ്ങളുടെ മുന്നിൽ ഓർപ്പിക്കുവാൻ ഞങ്ങൾ കർത്താവിനെ കുറിച്ച് ആഗ്രഹിച്ചാണ് നിങ്ങളുടെ മുന്നിൽ കടന്നു വന്നിരിക്കുന്നത്. അത്ഭുതേരം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ഈ ഭാഗത്തേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കുവാനാകട്ടെ. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ഞങ്ങൾ കർത്താവിനെ ആശ്രയിക്കുന്നു. എന്റെ കൂടെയുള്ള കർത്താവിന്റെ ദാസൻ പ്രിയ അജിപ്പാഷ മുന്നോട്ട് കടന്നു വന്ന ദൈവത്തോടെ ചില കാര്യങ്ങൾ ഓർപ്പിക്കും. നിങ്ങൾ അല്പനേരം നിങ്ങളെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. ഈ വൈകിയ സമയം നിങ്ങളുടെ കാതുകളിൽ സന്ദേശവുമായി ഞങ്ങളെ എത്തിക്കുവാൻ ശ്രമിച്ചതായ ദൈവത്തിന്റെ ആ കൃപ കാണിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു. കാരണം യേശുക്രിസ്തുവിന്റെ വരവെടുത്തിരിക്കുന്ന ആസന്ന വേളയിൽ എല്ലാവരും സുവിശേഷം അറിയണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയും സുവിശേഷം അറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് ഇതുപോലുള്ള പരസ്യ ശുശ്രൂഷകൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ തിരക്കേറിയ ജീവിത സാഹചര്യത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ജോലിയുമില്ലെങ്കിലും മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, വളരെ തിരക്കാണ്. അങ്ങനെ മനുഷ്യൻ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ താൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ജീവിത അവസാനം എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ളത്. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒരിക്കൽ മരണവും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യൻ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെ അനേകർ ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങളുടെ കാതുകൾ എത്തിക്കുവാൻ മുഖാന്തരമാക്കിയിരിക്കുന്നത്. ഒരിക്കൽ മരണവും അതിനുശേഷം ഒരു ന്യായവിധിയും എല്ലാ മനുഷ്യനെ കാത്തു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പരസ്യ ശുശ്രൂഷകൾ നിന്ദിക്കുകയും കളിയാക്കുകയും കല്ലെറിയിച്ച ഒരാളായിരുന്നു ഞാനും. എന്റെ പേര് അജികുമാർ എന്നാണ്. യേശുക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയും അത് മുഖാന്തരം തന്നെ ഏറ്റവും അധികമായി ഇതിനെ കളിയാക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ എന്റെ 20 വയസ്സിൽ രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ എന്നെ യേശുവിലേക്ക് എത്തിക്കാൻ മുഖാന്തരമാക്കി ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ചെയ്തതിന് മൂലം ഒന്നിനും എന്നെ വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ എതിർത്തിരുന്ന, ഞാൻ കളിയാക്കിയിരുന്ന യേശുക്രിസ്തു ദൈവമാണ് എന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന ഒരാളായിരുന്നു. എന്നാൽ എന്റെ ജീവിതത്തിൽ 2015-ൽ 18 വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശുക്രിസ്തുവിനെ ഒരു രോഗസൗഖ്യ വിധാനപരമായി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള സത്യമായ സന്ദേശമാണ് ഞങ്ങൾ നിന്ന് വിളിച്ചറിയിക്കുന്നത്. അനപ്പാനും മുടിപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനുള്ള യേശു പറഞ്ഞു. എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം? ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ 70 അല്ലെങ്കിൽ 80 വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ 80 വർഷക്കാലം കൊണ്ട് ജീവിച്ചു തീർക്കുന്ന നല്ല സമൃദ്ധിയായ ജീവിതം, ദൈവത്തോട് കൂടെ നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ രണ്ടാം മരണവും മനുഷ്യനെ കാത്തു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്
പരസ്യമായുള്ള ശുശ്രൂഷകൾ നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അപ്പൊ നിത്യമായ ജീവനിലേക്ക് നിങ്ങൾ കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയായി ഭൂമി ജീവിക്കുകയാണ്. എല്ലാ മനുഷ്യനും അറിയാത്ത പാപിയാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് പാപത്തിന് പരിഹാരമായി അന്നദാനം കൊടുക്കുകയും വീട് വെച്ച് കൊടുക്കുകയും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത് അയക്കുകയും ചെയ്തു കഴിഞ്ഞാൽ താൻ അതുവരെ ചെയ്തിരുന്ന എല്ലാ പാപത്തിനും പരിഹാരം കാണാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ പാപമോചനം വീണ്ടെടുപ്പും അത് കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രമാണ്. യേശുവിന്റെ രക്തം സകല പാപമൊക്കെ നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ മനുഷ്യന് പാപത്തെ മാറ്റാൻ കഴിയുമെന്നുള്ള സത്യസുവിശേഷമാണ് ഞങ്ങളിവിടെ വിളിച്ചിരിക്കുന്നത്. എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ മതം മാറ്റുന്ന പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ കളിയാക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ധന്യനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം എന്ന്. ഈ സുവിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ, ആരെല്ലാം സുവിശേഷം വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചം കൊണ്ടാടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിതം ഒരു കാലഘട്ടത്തിൽ പാപത്തിന്റെ പടുക്കുകയിലായിരുന്ന ഇരുട്ടിനകത്തിരുന്ന ജീവിതമായിരുന്നു. മദ്യത്തിലും മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയാണ് സന്തോഷം, ഇവിടെയാണ് സമാധാനം എന്ന് കണ്ടുകൊണ്ടോടിയ ജീവിതമായിരുന്നു. ഞങ്ങളെ വിടിവിക്കാൻ ഒന്നിനും കഴിഞ്ഞില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന സുവിശേഷമാണ് ഞങ്ങൾ രൂപാന്തരപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും വിളിച്ചു പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് ഞങ്ങളെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാമം പാടും, യേശു മാത്രം കർത്താവെന്ന്. അതെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരും നാമം പാടും, യേശു മാത്രം കർത്താവെന്ന്. അപ്പൊ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് നാം കടന്നു വരണം. എങ്ങനെയാണ് നമ്മൾ പാപികളാകുവാൻ കാരണമായത്? ആദ്യ മനുഷ്യനായി ആദാം മനസ്സിനെ കേട്ട് കാണിച്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത്. മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ പിന്നെ ചേർക്കുവാൻ സ്വർഗത്തിന്റെ സ്നേഹമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പേ എന്റെയും നിങ്ങളുടെയും ശാപത്തെയും പാപത്തെയും മരണത്തെയും വഹിക്കുവാൻ വേണ്ടി ഈ താളഭൂമിയിലേക്ക് ഇറങ്ങി വരികയും നമുക്ക് വേണ്ടി യാഗമായ കർത്താവ് 3-ാം നാൾ കല്ലറയിൽ ഭേദിച്ചു വരികയും എന്നാൽ ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന ക്രിസ്തുവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ ആസന്ന വേളയിൽ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഒരു പാപിയായ മനുഷ്യനാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപം എത്ര കടിക്കും വെപ്പാണെങ്കിലും അതിന് ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതെ, പാപത്തെ ഉയർത്തിക്കൊണ്ട് പാപിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശു ക്രിസ്തുവിനെയാണ് ഞാനിവിടെ ഉയർത്തി കാണിക്കുന്നത്. വിശുദ്ധ പൗലോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനമെന്ന്. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലതിന്റെ പിന്നാലെ ഓടുമ്പോഴും നാം തിരിച്ചറിയാൻ ഇതെല്ലാം നേടുമ്പോഴും നമ്മുടെ ആത്മാവിന് എവിടെയാണ് വാസം എന്നുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മരണത്തെ രക്ഷപ്പെടുന്ന ഒരു മാർഗമായി കണ്ടുകൊണ്ടതിനെ കൈക്കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഒരു വാസം? വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരിൽ കാണുന്ന ഏവനെയും തീപ്പൊയ്ക്ക് തള്ളിയിടപ്പെടും. അതെ, യേശു ക്രിസ്തുവിൽ വീണ്ടും പ്രാപിക്കാത്ത അവന്റെ വചനമനുസരിക്കാത്ത സകല മനുഷ്യനും 2-ാം വർണ്ണമായ തീപ്പൊയിലേക്ക് എത്തുന്നത്. എന്നാൽ നമുക്ക് വേണ്ടി സൗജന്യമായ ഒരു രക്ഷയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം ഭാഗത്തിൽ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുന്ന തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തെയാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് ഈ സന്ദേശത്തെ തള്ളിക്കളയാതെ എന്നോടുള്ള സന്ദേശമാണ്, ജീവനിലേക്കുള്ള സന്ദേശമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിത്യമായ ഒരു ജീവനിലേക്ക് എത്തിക്കുവാൻ ഈ സുവിശേഷ സന്ദേശം കഴിയുമെന്നുള്ള ഉറപ്പുള്ള വിശ്വാസവും ആ പ്രത്യാശ കൊണ്ടാണ് ഈ സന്ദേശമായി നിങ്ങളുടെ അടുക്കൽ നിന്ന് വരുവാൻ കാരണമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം നിങ്ങൾ വായിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്നുകൊണ്ട് ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവിടെ എടുക്കുന്ന അവരുടെ കൂടെയും അവനോട് കൂടെ അത്താഴം കഴിക്കുമെന്നുള്ളത്. മനുഷ്യൻ അകന്നു പോയപ്പോൾ, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോയപ്പോൾ ആ മനുഷ്യനെ തിരി ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശബ്ദമാണ്. ഇതൊരു മാനുഷികമായ ശബ്ദത്തിനപ്പുറമായി ഒരു ദൈവികമായ സന്ദേശമാണെന്ന് ആർക്ക് വേണമെങ്കിലും എടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇതിനെ വിടിവിക്കാൻ കഴിയുന്ന, പാപത്തിൽ നിന്ന് മോചനം നൽകുന്ന, മരണത്തിൽ നീക്കി നൽകുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഈ കർത്താവ് നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരുടെ നന്ദിയും സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ ദേശം
പ്രിയ കർത്താവിന്റെ ദാസരായി കാലഘട്ടത്തിൽ പാപത്തെ പച്ചോളം പോലെ വലിച്ചുകുടിച്ച ലോകത്തിൻ്റെതായ എല്ലാ രീതിപ്രകാരം ജീവിച്ച അവസാനം തകർന്ന ജീവിതങ്ങളായി തീർന്ന ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള മാറ്റം ലഭിച്ചതുകൊണ്ട്